ഷംല ചേച്ചി കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സിൽ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് കളേഴ്സ് ഒക്കെ പിടിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാ കോമ്പിനേഷൻസും എല്ലാ സ്റ്റൈലും നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ കംഫർട്ടബിൾ ആയ നമുക്ക് പാടാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച സോങ്സ് ഉണ്ടാവുമല്ലോ, കുറേ ഉണ്ടാവും. അപ്പം അതിലൊന്ന് പാടാൻ ഇപ്പം നമുക്ക് ഒരു സിറ്റുവേഷനേ ഉള്ളൂ, ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഹംസ നരേക്കവ് സാറിൻ്റെ തരമിമ്മിണി എന്ന സോങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാസർഗോഡ് നിന്ന് വരുന്ന എല്ലാ പാട്ടുകളും നല്ല ലിറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ചടുലമായ ഭാഷയുള്ള പാട്ടുകളായിരിക്കും. ആ കൂട്ടത്തിലുള്ള ഒരു പാട്ടാണോ? ഏറെക്കുറെ അങ്ങനെയും പറയാന്ന്. ശരി, അപ്പൊ നന്നായിട്ട് പാട് കേട്ടോ, ഗംഭീരമായിട്ട് പാട്. ഗുഡ് ലക്ക്. താങ്ക് യു.
തരിശിഫ ശമമായി അരിശന മുറശുടു കശപ ശശിഫമായി ആശ വിശേഷണമേ റസൂൽ വിദാഹ വിശേഷണമേ ഹജത്തുൽ വിദാഹ വിശേഷണമേ ഈശി വിശേഷണമിശലുവരേ തരമിമ്മിണിക്കെങ്കിലും ചൊങ്കിടും ലെങ്കിടും പൊങ്കിടും എങ്കിലും വിങ്കിടും തരമിമ്മിണിക്കെങ്കിലും ചൊങ്കിടും ലെങ്കിടും പൊങ്കിടും എങ്കിലും വിങ്കിടും സാര തിരുതരമത് ചന്ദിരൻ എന്ന പുൽമീതെ തങ്കരമുന്തിടും സാര തിരുതരമത് ചന്ദിരൻ എന്ന പുൽമീതെ തങ്കരമുന്തിടും വരുവായി നിറങ്ങുള്ളി തിങ്ങി തിളങ്ങി മണങ്ങി വിതായിടും വിടുമേ ചൊല്ലും സബബ് വിതായിലും മതബ് എന്നും കിതിബ് തള്ളണം തൊലബ് ചൊല്ലും സബബ് വിതായിലും മതബ് എന്നും കിതിബ് തള്ളണം തൊലബ് പിരിശമി തരിശിന തരിശിഫ ശമമായി അരിശിന മുറശുടു കശപ ശശിഫമായി ആശ വിശേഷണമേ റസൂൽ വിദാഹ വിശേഷണമേ ഹജത്തുൽ വിദാഹ വിശേഷണമേ ബീശി വിശേഷണമിശലുവരേ എന്റെ ഷംലേ ചേച്ചി ഇങ്ങോട്ട് വന്നേ. കലക്കി കലക്കി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കരയാതെ ഒരാളെ ഹഗ് ചെയ്തത്. മിക്കപ്പോഴും ഞാൻ വിഷമിച്ച് അല്ലെങ്കിൽ സങ്കട കണ്ണീരാണ് അല്ലെങ്കിൽ സന്തോഷ കണ്ണീരാണ് അങ്ങനെ. പക്ഷെ ഇത് കലക്കി കലക്കി. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭീകര കഷ്ടപ്പാടാണ്. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് എക്സ്പ്രസിൽ ആ ഫോൾഡറിൽ ഇത് മാത്രമാണോ ഉള്ളത് എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അല്ലെ, അത് ഇതിൽ മാത്രം. എനിക്ക് തോന്നുന്നത് ഷംല ഓരോ പാട്ടുമായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് തബലയിലും മൃദത്തിലൊക്കെ ഇരിക്കുന്നവർ അവർക്ക് കൂടി ഒരു ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കിട്ടുമ്പോൾ പെർഫോം ചെയ്ത് തകർക്കാണ് എല്ലാവരും. നബീസ മോള് ഉഷാറായിട്ട് പെർഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നത്. ഷംലയുടെ ഉമ്മച്ചി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഭീകരം, അടിപൊളിയാ. ഹാപ്പി ആയില്ലേ? എന്തായാലും ഇത്രയും ലിറിക്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് മുത്തേ. ഇതൊക്കെ കമന്റ്സ് പറയാൻ വേണ്ടി അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ട്. അൻവർക്കാ ഷംല സർ മോളെ, അവസാനം നീ നിൻ്റെ ഒരു സ്ട്രോങ് സൈഡ് നീ കണ്ടുപിടിച്ചു. അതാണ് കുറേ കഴിഞ്ഞ ഒരു 3-4 പെർഫോമൻസിലൊക്കെ നമ്മൾ നിന്നെ സാഹൂതം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. നീ വല്ലാതെ മാറിയിട്ടുണ്ട്. നിൻ്റെ സ്ട്രോങ് സൈഡ് നീ കണ്ടുപിടിച്ചു. ഇതുപോലുള്ള ടഫ് ലിറിക്സ് ഉള്ള പാട്ടുകൾ എടുത്ത് അത് കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് കൃത്യമായിട്ട് ഇവിടെ പാടി അവതരിപ്പിച്ച് ആ പാട്ടിൻ്റെ ഗ്യാപ്പിൽ BGM വരുന്ന സമയത്ത് ഡാൻസൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പാട്ട് തീർന്നതിന് ശേഷം ഓർക്കസ്ട്രയുടെ കൂടെ പക്ക ഡാൻസ് ചെയ്ത് കൃത്യമായിട്ട് കലാശക്കൊട്ടാക്കി നിർത്തുന്ന കുട്ടിയായിട്ട് രൂപാന്തരം പ്രാപിച്ചു ഷംല. അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ, അതങ്ങനെ തന്നെ തുടരണം എന്ന് പറയുമായിരുന്നു. ഉഗ്രനായിരുന്നു, കലക്കി കളഞ്ഞു. എന്താ പറയുക, ഇതിൻ്റെ ലിറിക്സ് ഞാൻ വായിച്ചപ്പോഴേ എനിക്ക് ഇത് തിങ്കി വിളങ്കി ധീരം തിങ്കി വിളങ്കി അല്ലേ, ഇങ്ങനത്തെ ഒരു 3-4 സ്ഥലം വന്നു. അത് കറക്റ്റായിട്ട് അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതും ഒരു കലയാണ്, ഒരു ശൈലിയാണ്. അത് മക്കളെ ഇവിടെ ഇതിൽ ഈ വന്ന അങ്ങനെ പാടേണ്ടി വന്ന സ്ഥലങ്ങളിലൊക്കെ ഹൃദ്യമാക്കി തന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടയ്ക്കുള്ള നിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ. ഈ ഗുമ്മ് നിലനിൽക്കട്ടെ. കലയ്ക്കും താങ്ക് യു സോ മച്ച് ഷംല. ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു. കാര്യം ഒരു സിംഗറിൽ നിന്നും ഒരു പെർഫോമറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇത് മോള് കോമ്പറ്റീഷനും എല്ലാം പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇങ്ങനത്തെ ഒരു പാട്ടും സ്കൂൾ കോമ്പറ്റീഷൻസ് ഒന്നും പാടിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഇത് വേറെ ഈ ടൈപ്പാണ് അല്ലേ? ടൈപ്പ് അങ്ങനത്തെ അല്ലേ കലോത്സവത്തിന് പാടല്ലേ? ഓക്കെ. അത് അവൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് വേറെ ഇത് വേറെ അല്ല. പാട്ട് അതിൽ പാടിയത് ഇവിടെ പാടിയില്ല. ഇതിന് വേണ്ടിട്ട് പഠിച്ചത് അല്ല. മൊത്തത്തിൽ ഇവിടെ ഇപ്പം നിനക്കും എനിക്കും അൻവർക്കാക്ക് ഇവിടെ ഉള്ളവർക്കെല്ലാം റിലേ പോയിരിക്കുക നിന്റെ പാട്ട് കേട്ടിട്ട്. ആദ്യം പോയത് നമ്മുടെ തബല ടീം
അവർക്കാണ്. അപ്പോൾ മൊത്തത്തിൽ നിന്റെ ഒരു പാട്ട് കാരണമാണത് കേട്ടോ. അത്രയും മനോഹരമായിട്ട് പാടിയതുകൊണ്ടാണ് മോളെ. അടിപൊളി. താങ്ക് യു.